നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ട്യൂഷൻ സെന്റർ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിന്റെ സിലബസ് ആണ്, ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ആണ്, അതായത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഓക്കെ, തേർഡ് ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സും പ്രോബ്ലംസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എന്റെ ക്ലാസ്സസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ടോപ്പിക്? എന്താണ് നമ്മുടെ ചാപ്റ്റർ? പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് നോക്കാം. എന്താണ് ലീനിയർ ഇക്വേഷൻസ്? Equations which can be written in the form ax plus by plus c equal to 0. Okay, where a, b and c are real numbers. Real numbers and a and b are not 0. A equal to b, a and b not equal to 0. ഇതിന് എഴുതണം. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ വരുന്ന ഇക്വേഷനെയാണ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 2 വേരിയബിൾ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന 2 വേരിയബിൾ ഇതില് എക്സും വൈയും ആണ്. അപ്പൊ എക്സും വൈയും ആണ് ഇതിലെ വേരിയബിൾ. എയും ബിയും സിയും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, നോർമൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അതില് അപ്പോ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എ, വൈയുടെ കോഎഫിഷ്യന്റ് ആണ് ബി, ആൻഡ് സി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി എയും ബിയും സിയും റിയൽ നമ്പേഴ്സ് ആവണം. എയും ബിയും 0 ആവാൻ പാടില്ല. എയോ ബിയോ 0 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? എക്സിന്റെയോ വൈയുടെയോ ടേം പോകും. അതായത് നോക്കൂ, 0x പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം പിന്നെ ഇല്ല അല്ലെ. ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ അതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആവില്ല. അതുപോലെ തന്നെ ബി 0 ആയാലും ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ ആവില്ല. ഓക്കെ, അപ്പോ ലീനിയർ ഇക്വേഷന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 2x പ്ലസ് 3y പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇത് ലീനിയർ ഇക്വേഷൻസിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? LHS ഈക്വൽ ടു RHS. നമ്മൾ എക്കും ബിക്കും സിക്കും വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ LHS ഈക്വൽ ടു RHS ആണെങ്കിൽ നമ്മൾ അങ്ങനെയാണ്. LHSനും RHSനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ലീനിയർ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം അല്ലെ. ഇത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ലൈൻ കിട്ടും അല്ലെ. ഇതെങ്ങനെയാ ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഹൗ ടു റെപ്രസെന്റ് ദിസ് ഇക്വേഷൻ ഗ്രാഫിക്കലി? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ടേബിൾ വരയ്ക്കാം. ഓക്കെ, ഒരു ടേബിൾ വരയ്ക്കാം. അതിൽ ഇവിടെ എക്സ് എഴുതാം, ഇവിടെ വൈ എഴുതാം. ഓക്കെ, ഇനി നമുക്കൊരു 3 വാല്യൂസ് കണ്ടുപിടിക്കാം. 3 or 4 വാല്യൂസ് കണ്ടുപിടിക്കാം. മിനിമം 2 വാല്യൂ എങ്കിലും കണ്ടുപിടിക്കണം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇനി എക്സിന് നമ്മൾ എന്തെങ്കിലും റാൻഡം ആയിട്ടൊരു വാല്യൂ കൊടുക്കാം. എക്സിന് 1 കൊടുത്തു. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ വൈക്ക് എത്ര വരും? ഈ ഇക്വേഷനിൽ വൈക്ക് എത്ര വരും എന്ന് നോക്കുക. ഓക്കെ, അതെങ്ങനെയാണ്? അപ്പൊ ഇക്വേഷൻ എന്താ? 2x പ്ലസ് 3y പ്ലസ് 2 ഈക്വൽ ടു 0. നമ്മൾ എക്സിന് എന്ത് വാല്യൂ ആണ് കൊടുത്തത്? എക്സിന് 1. അപ്പോൾ 2 into 1 പ്ലസ് 3y ഈക്വൽ ടു ഈ 2നെ പുറത്തേക്ക് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് കിട്ടും? -2. അപ്പൊ 2 പ്ലസ് 3y ഈക്വൽ ടു -2. ഇനി എന്ത് ചെയ്യാം? 3y ഈക്വൽ ടു ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. -2. സോ 3y ഈക്വൽ ടു -4, y ഈക്വൽ ടു -4/3. വൈയുടെ വാല്യൂ -4/3.
ഓക്കെ, അപ്പോ എക്സിന് 1 വരുമ്പോ ഈ ഇക്വേഷനിൽ വൈയുടെ വാല്യൂ -4/3. ഇനി എക്സിന് 0 കൊടുത്തു നോക്കൂ. എക്സിന് 0 വെൻ എക്സ് ഈക്വൽ ടു 0, എക്സ് 0 ആവുമ്പോ 2 × 0 + 3y = -2. അപ്പോ 3y = -2, y = -2/3. അപ്പൊ വൈയുടെ വാല്യൂ -2/3. ഇങ്ങനെ നമ്മൾ ഒരു വാല്യൂ കൂടെ കണ്ടുപിടിക്കുക. എക്സിനോ വൈക്കോ വാല്യൂ എടുക്കുക. ഒന്നെങ്കിൽ എക്സിന് വാല്യൂ എടുത്തിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വൈന് ഒരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് അത് വെച്ച് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. ഓക്കെ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്യാം. അത് ഓക്കെ, y - x അല്ലെ, നമുക്ക് പ്ലോട്ട് ചെയ്യാൻ അറിയാലോ. അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലീനിയർ ഇക്വേഷൻ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. ഓക്കെ, ഇനി ഈ ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ കൊടുക്കുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ഇതിലെ സൊല്യൂഷൻ. അപ്പോ ഈ ഒരു കോർഡിനേറ്റ് y -4/3 ഇത് ഈ ഒരു ഇതിന്റെ സൊല്യൂഷൻ ആണ്. ഇത് ഈ ലൈനിൽ ഒരു പോയിന്റ് ആയിരിക്കും, ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, ആ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ലൈൻ കണ്ടുപിടിച്ചത് അല്ലെ. ഇനി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഒരു ലീനിയർ ഇക്വേഷനെ കുറിച്ചാണ്. ഒരു ലീനിയർ ഇക്വേഷനിൽ എ ബി സി എന്താണ്, അതിലെങ്ങനെ വാല്യൂ കൊടുക്കും, അതിനെ നമ്മൾ എങ്ങനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യും, ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. ഇനി നമ്മുടെ ലെസന്റെ പേരെന്താണ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ നമുക്ക് ഒരു ലീനിയർ ഇക്വേഷൻ പോരാ, 2 ലീനിയർ ഇക്വേഷൻ വേണം, എന്നാലാണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. അപ്പൊ ഇനി നമുക്ക് ലീനിയർ ഇക്വേഷന്റെ ഒരു പെയർ, അതായത് 2 ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും 2 ലീനിയർ ഇക്വേഷനെ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ വരുമെന്നും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ 2 ലീനിയർ ഇക്വേഷൻ ആവുമ്പോൾ നമ്മൾ അതിനെ ax + by + c = 0, ഒന്ന് ax + by + c = 0. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല, രണ്ടും ഒരുപോലെ ഇരിക്കുന്നു അല്ലെ. എയുടെയും ഇയുടെയും വാല്യൂ എപ്പോഴും സെയിം ആണെന്നില്ല, സെയിം ആവാം, സെയിം ആവാതിരിക്കാം. അപ്പോ നമുക്ക് പെയർ ഓഫ് ലീനിയർ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആദ്യത്തേതിനെ നമ്മൾ a1x + b1y + c1 = 0 എന്ന് എഴുതണം. അതുപോലെ രണ്ടാമത്തേതിനെ a2x + b2y + c2 = 0 എന്ന് എഴുതണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോ ഈ 2 ലീനിയർ ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കും, അതുപോലെ നമ്മൾ അതിനെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും. ഇനി ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം, ഇതൊക്കെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം നമുക്ക് ഫസ്റ്റ് എക്സസൈസ് ചെയ്യാം. ആ എക്സസൈസിലൂടെ നമുക്ക് ഒരു 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 സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ലീനിയർ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് ഇക്വേഷൻ എങ്ങനെ തന്നെത്താനെ ഉണ്ടാക്കാം, അതിനെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം, ഇത് രണ്ടും നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഫസ്റ്റ് എക്സസൈസ്. എക്സസൈസ് 3.1. 3.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അഫ്താബ് tells his daughter 7 years ago I was 7 times as old as you were then. Also 3 years from now I shall be 3 times as old as you will be. Represent the situation algebraically and graphically. ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, ആ സിറ്റുവേഷനെ നമ്മൾ algebraically നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. algebraically നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, നമ്മൾ അതിൽ നിന്ന് ആ സിറ്റുവേഷനെ മാച്ച് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഉണ്ടാക്കണം. ദെൻ റെപ്രസെന്റ് ഇറ്റ് ഇൻ എ ഗ്രാഫ്. ഓക്കെ, സോ എന്താണ് അത് അഫ്താബ് പറഞ്ഞിരിക്കുന്നത്? 7 years ago, 7 വർഷം മുമ്പ്, I was 7 times as old as you were then.
ഓക്കെ, അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു അതിനേക്കാളും 7 times ഓൾഡ് ആയിരുന്നു അഫ്താബ്. ആൻഡ് ഓൾസോ 3 years ഫ്രം നൗ, ഇപ്പോഴത്തെ 3 years കഴിഞ്ഞിട്ട് I shall be 3 times as old as you will be. 3 വർഷം കഴിയുമ്പോൾ നിനക്ക് എത്ര വയസ്സാവോ അതിനേക്കാളും 3 times ഓൾഡ് ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് ദ സിറ്റുവേഷൻ. അപ്പോ നമുക്ക് 7 വർഷം മുമ്പത്തെയും 3 വർഷം കഴിഞ്ഞുള്ള സിറ്റുവേഷൻ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമുക്ക് 2 വേരിയബിൾ ആണ് നമുക്ക് വേണ്ടത്, മെയിൻ ആയിട്ട് എക്സും വൈയും. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അഫ്താബിന്റെ പ്രസന്റ് ഏജ്, ഓക്കെ, ലെറ്റ് ദ പ്രസന്റ് ഏജ് of Aftab be X, okay, and the present age of his daughter be Y. അപ്പോൾ അഫ്താബിന്റെ പ്രസന്റ് ഏജ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, അഫ്താബിന്റെ ഡോട്ടറിന്റെ പ്രസന്റ് ഏജ് നമ്മൾ വൈ ആയിട്ട് എടുത്തു. ഇനി നമുക്ക് ഈ സിറ്റുവേഷൻ നോക്കിക്കേ. 7 years ago അഫ്താബ് പറയാണ് 7 years ago. ഓക്കെ, 7 years ago എന്ന് പറയുമ്പോൾ ഇപ്പോ അഫ്താബിന്റെ ഏജിൽ നിന്ന് നമ്മൾ 7 കുറയ്ക്കണം അല്ലെ, 7 സബ്ട്രാക്ട് ചെയ്യണം, എന്നാലല്ലേ 7 years മുമ്പുള്ള അഫ്താബിന്റെ ഏജ് കിട്ടുള്ളൂ. അപ്പൊ 7 years ago I was 7 times as old as you were then. Okay, 7 years ago Aftab was 7 times as old as you were then. അപ്പോ 7 years ago, അപ്പൊ ഇതാണ് 7 years ago. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. 7 years ago അഫ്താബിന്റെ ഏജ് എന്താണ്? അഫ്താബ്സ് ഏജ്, അഫ്താബിന്റെ ഏജ് എന്താണ്? x-7. അതുപോലെ 7 years ago അഫ്താബിന്റെ ഡോട്ടറുടെ ഏജ് എന്താണ്? y-7 അല്ലെ. ഇനി നോക്കൂ, ഇനി അഫ്താബ് പറയാണ് 7 years ago I was, അപ്പൊ 7 years ago അഫ്താബിന്റെ ഏജ് I was 7 times as old as you were then. ഡോട്ടർ അന്ന് എത്ര വയസ്സുണ്ട്? y-7, അതിനേക്കാളും 7 times ഓൾഡ് ആയിരുന്നു. അതായത് അഫ്താബിന്റെ ഏജ് is 7 into 7 multiplied by daughter's age at that time. Okay, Aftab's age before 7 years is, that is, was 7 x-7 equal to ഡോട്ടറിന്റെ ഏജ് എന്തായിരുന്നു? y-7 before 7 years multiplied by 7. So this is the first equation. ഇതിൽ തന്നെ വേണം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. x-7 equal to 7y-49. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x, ഈ 7y-നെ പുറത്തേക്ക് കൊണ്ടുവരാം. -7y -7, ഈ -49-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. +49 ഈക്വൽ ടു 0. ഈ ഒരു ഫോമിലേക്ക് എഴുതണം. ഓക്കെ, ഇനി അഗെയിൻ സിംപ്ലിഫൈ ചെയ്യാം. x -7y +42 ഈക്വൽ ടു 0. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇക്വേഷൻ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. ഇനി ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് അല്ലേ. ഇനി എന്താ അഫ്താബ് പറഞ്ഞിരിക്കണേ? ഓൾസോ 3 years from now. 3 years from now. അപ്പോ നമ്മൾ ആദ്യം നമുക്ക് എന്ത് എഴുതുക? ആഫ്റ്റർ 3 years അഫ്താബ്സ് ഏജ്, അല്ലെങ്കിൽ അഫ്താബ്സ് ഏജ് ആഫ്റ്റർ 3 years എന്ന് പറയുന്നത് x+3. ഇനി ആഫ്റ്റർ 3 years ഹിസ് ഡോട്ടേഴ്സ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? y+3. ഇനി എന്താണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ 3 years I shall be 3 times as old as you will be. Okay, so after 3 years അഫ്താബിന്റെ ഏജ് എന്ന് പറയുന്നത് x+3 will be 3 times the age of his daughter. ഇത് സിംപ്ലിഫൈ ചെയ്ത് രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. x+3 equal to 3y+9.
x minus 3y plus 3 minus 9 equal to 0. X minus 3y minus 6 equal to 0. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇപ്പൊ സിറ്റുവേഷന് മാച്ച് ചെയ്തിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ ഓൾജിബ്രിക്കലി ഇത് നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, ഓൾജിബ്രിക്കലി സോൾവ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഗ്രാഫിക്കലി സോൾവ് ചെയ്യണം? ഗ്രാഫിക്കലി എങ്ങനെയാണ് സോൾവ് ചെയ്യണേ? ആദ്യം നമുക്ക് ഗ്രാഫിൽ വരയ്ക്കാനുള്ള കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് ഞാൻ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞിരുന്നു, ഒന്നും കൂടെ പറയാം. ഓക്കെ, അപ്പോ കോർഡിനേറ്റ്സ്, ഈ ഇക്വേഷന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര കോർഡിനേറ്റ്സ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഒരു 3 എണ്ണം കണ്ടുപിടിക്കുമായിരിക്കും സേഫ്. ഞാനിപ്പോ 2 എണ്ണം കണ്ടുപിടിച്ച് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. എക്സിന് 0 കൊടുത്തു. എക്സിന് 0 ആവുമ്പോൾ ഈ ഇക്വേഷനിൽ വൈയുടെ വാല്യൂ എന്താവും നോക്കുക. അതായത് 0 മൈനസ് 7y പ്ലസ് 42 ഈക്വൽ ടു 0. അപ്പൊ മൈനസ് 7y ഈക്വൽ ടു മൈനസ് 42. y ഈക്വൽ ടു മൈനസ് 42 ഡിവൈഡഡ് ബൈ മൈനസ് 7 ഈക്വൽ ടു 6. അപ്പോ എക്സ് 0 ആവുമ്പോൾ വൈയുടെ വാല്യൂ 6. ഇനി എക്സിന് 7 കൊടുത്തു നോക്കാം. എക്സിന് 7 കൊടുക്കുമ്പോൾ എന്താവും? 7 മൈനസ് 7y ഈക്വൽ ടു മൈനസ് 42. മൈനസ് 7y ഈക്വൽ ടു മൈനസ് 42 മൈനസ് 7. മൈനസ് 7y ഈക്വൽ ടു മൈനസ് 49. y ഈക്വൽ ടു മൈനസ് 49 ബൈ മൈനസ് 7 ഈക്വൽ ടു 7. അപ്പൊ വൈയുടെ വാല്യൂ 7 കിട്ടും. അപ്പൊ 2 വാല്യൂ കിട്ടിയല്ലോ. ഈ 2 വാല്യൂ എക്സ്, അപ്പൊ എക്സ് കോർഡിനേറ്റ് 2 കോർഡിനേറ്റ്സ് കിട്ടി അല്ലെ? ഫസ്റ്റ് കോർഡിനേറ്റ് 0 6ഉം സെക്കൻഡ് കോർഡിനേറ്റ് 7 7ഉം. ഇത് വെച്ച് ഗ്രാഫിലേക്ക് 2 ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെയും എങ്ങനെ തന്നെ കണ്ടുപിടിക്കുക? എക്സ് വൈ. ഇനി എക്സിന് 2 വാല്യൂസ് കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ വൈ എത്രയാ കിട്ടാന്ന് നോക്കാം. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈക്ക് കിട്ടുന്നത് -2 ആണ്. അതുപോലെ എക്സിന് അടുത്തത് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വൈ 0 കിട്ടും. ഇവിടെ 6 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ വൈന്ന് കണ്ടുപിടിക്കുക. അതായത് എക്സിന് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് ആ വാല്യൂ ഇക്വേഷനിലേക്ക് ഇട്ടിട്ട് അത് വെച്ച് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ തിരിച്ചും ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ലൈൻസ് കിട്ടും. വിച്ച് വിൽ ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്. ഓക്കെ, ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന 2 ലൈൻ കിട്ടും. ഇന്റർസെക്ടിങ് ലൈൻസ് ആണ് ഈ ഇക്വേഷൻ അനുസരിച്ച് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻ കിട്ടും. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് പോയിന്റ് ഇസ് എ സൊല്യൂഷൻ ഫോർ ദിസ് 2 ഇക്വേഷൻസ്. ആ പോയിന്റിലെ കോർഡിനേറ്റ് എന്താണോ, ഓക്കെ, ആ പോയിന്റിലെ കോർഡിനേറ്റ് നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് 42 12 ആണ്. ഓക്കെ, ഇവിടെ P ആണെങ്കിൽ 42 12 ഇതാണ് നമുക്ക് കിട്ടുന്ന കോർഡിനേറ്റ്. ഓക്കെ, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, എക്സിന്റെ വാല്യൂ 42, വൈയുടെ വാല്യൂ 12. അപ്പോ അതാണ് നമ്മുടെ ഈ 2 ഇക്വേഷന്റെ സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫിക്കലി നമ്മൾ 2 ലീനിയർ ഇക്വേഷന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. The coach of a cricket team buys 3 bats and 6 balls for rupees 3,900. Later, she buys another bat and 3 balls for the same kind of rupees 1,300. Represent the situation algebraically and geometrically. Okay, അപ്പോൾ
3 ബാറ്റും 6 ബോളും 3900 റുപ്പീസിന് മേടിച്ചു. പിന്നെ ഷീ ബൈസ് അനദർ ബാറ്റ്, ഒരു ബാറ്റും 3 ബോൾസും 1300 റുപ്പീസിന് മേടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് 1 ബാറ്റ് എക്സ് ആയിട്ട് എടുക്കാം. എന്താണ് എക്സ് ആയിട്ട് എടുക്കണ്ടേ? കോസ്റ്റ് ഓഫ് 1 ബാറ്റ് എക്സ് ആയിട്ട് എടുക്കാം. അതുപോലെ കോസ്റ്റ് ഓഫ് 1 ബോൾ വൈ ആയിട്ട് എടുക്കാം. തിരിച്ചും എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ബാറ്റിൻ്റെത് വൈയും ബോളിൻ്റെത് എക്സും ആയിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ആൻഡ് ഇനി എങ്ങനെയാണ് സിറ്റുവേഷൻ? എത്ര ബോൾ മേടിച്ചു? 3 ബാറ്റ് ആൻഡ് 6 ബോൾസ്. അപ്പൊ എന്താണ്? ഈസിയാണ് അല്ലെ? 3 ബാറ്റ് എന്ന് പറയുമ്പോൾ 3x പ്ലസ് 6y ഈക്വൽ ടു എത്ര രൂപ കൊടുത്തു? 3900. ഇനി അടുത്തത് എത്രയാണ്? ഒരു ബോളും എത്ര ബാറ്റാണ്? ഒരു ബാറ്റും 3 ബോളും. ഓക്കെ, അപ്പൊ ഒരു ബാറ്റ് എന്ന് പറയുമ്പോൾ 1x അല്ലെങ്കിൽ x പ്ലസ് 3y ഈക്വൽ ടു 1300. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്കിക്കേ, എല്ലാം 3 വെച്ചാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 3 വെച്ച് ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ 3 വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല, ചെയ്തില്ലെങ്കിലും ആൻസർ കിട്ടും. അപ്പോ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 1300 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആക്കി മാറ്റാം. ഇനി എന്ത് ചെയ്യാം? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇക്വേഷനും എടുത്തിട്ട് അതിന്റെ എക്സ് വൈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. അത് ഞാൻ ഫസ്റ്റ് ഇതിൽ പറഞ്ഞതാണല്ലോ എങ്ങനെയാണെന്ന്. എക്സ് വൈ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം, ഇത് ഫസ്റ്റ് ഇക്വേഷന്റെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ 0 ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ വൈയുടെ വാല്യൂ 650 കിട്ടും. വൈയുടെ എക്സിന്റെ വാല്യൂ ഇപ്പോൾ ഒരു 100 എടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 600 കിട്ടും. ഇത്ര വലിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഗ്രാഫിൽ എങ്ങനെ വരയ്ക്കും? ഡൗട്ട് ഉണ്ടോ? അങ്ങനെ നമ്മുടെ സ്കെയിൽ എങ്ങനെ വലുതാക്കി എടുക്കുക? ഓക്കെ, നമുക്ക് ഈ എക്സിന്റെയും വൈയുടെയും സ്കെയില് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 100, 200, 300, 400 അങ്ങനെ എടുക്കാം. ഓക്കെ, 100, 200, 300 എന്നിട്ട് ഇവിടെ എഴുതിയാൽ മതി 1 യൂണിറ്റ് ഓഫ് എക്സ് ആക്സിസ് ഈക്വൽ ടു 100 ഇട്ടാ മതി. 100 സെന്റിമീറ്ററിനോ 100 എന്താന്ന് വെച്ചാൽ 100 എന്താന്ന് വെച്ചാൽ ഇട്ടാ മതി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്കെയിൽ എടുക്കുക. ഓക്കെ, ബിഗർ സ്കെയിൽ എടുത്താൽ മതി. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ചിട്ടുള്ള സ്കെയിൽ വേണം നമ്മുടെ ഗ്രാഫിൽ എടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷനും നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ച് 2 കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ച് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന 2 ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ആ പോയിന്റ് 1300 ആൻഡ് 0. ഈ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ആ പോയിന്റ് ആയിരിക്കും ഇതിന്റെ സൊല്യൂഷൻ. ഈ 2 ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എന്ത്? എക്സ് കോർഡിനേറ്റ് 1300 വൈ കോർഡിനേറ്റ് 0. ഓക്കെ, ഇനി going on to our third question. The cost of 2 kilogram of apple and 1 kilogram of grapes in a day was found to be rupees 160. After a month, the cost of 4 kilo of apple and 2 kilo of grape is 300. Represent the situation geometrically and graphically. Okay, അപ്പോൾ ഇതില് ഒരു ആപ്പിളിന്റെയും ഗ്രേപ്സിന്റെയും വില തന്നിട്ടുണ്ട് ഒരു മാസത്തെ. പിന്നത്തെ മാസത്തെയും ആപ്പിളിന്റെയും ഗ്രേപ്സിന്റെയും വില തന്നിട്ടുണ്ട്. അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഈ മാസത്തിന് ഈ ക്വസ്റ്റ്യന് വലിയ പ്രസക്തി ഒന്നുമില്ല. മാസം കഴിയുമ്പോഴത്തേക്കും നമ്മളത് ആഡ് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട അല്ലെ. ഒരു മാസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് മാത്രം ചെയ്താൽ മതി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. കോസ്റ്റ് ഓഫ് 1 കിലോ ഓഫ് ആപ്പിൾ, 1 kilogram of apple
നമ്മൾ x ആയിട്ട് എടുത്തു. അതുപോലെ കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം ഓഫ് ഗ്രേപ്സ് y ആയിട്ട് എടുത്തു. ഇനി എന്താണ് ഫസ്റ്റ് സിറ്റുവേഷൻ 2 കിലോഗ്രാം ഓഫ് ആപ്പിൾസ് പ്ലസ് 2 kilogram of apples and 1 kilogram of grapes. Okay, 1 kilogram of grapes is equal to rupees 160. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? അടുത്തൊരു മാസം കഴിഞ്ഞപ്പോൾ 4 kilogram of apple and 2 kilogram of grapes equal to 300. ഇതാണ് രണ്ട് ഇക്വേഷൻ. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ സെക്കൻഡ് ഇക്വേഷൻ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഈ സെക്കൻഡ് ഇക്വേഷനെ നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2 വെച്ചിട്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ എന്തായി മാറും? 2x plus y equal to 150. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇത് വെച്ചിട്ട് ഓരോ ഇക്വേഷൻ വെച്ചിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ട് പാരലൽ ലൈനാണ്. ഓക്കെ, രണ്ട് പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ രണ്ട് ആരോ മാർക്കോട് കൂടി എപ്പോഴും വരയ്ക്കണം കേട്ടോ, ബിക്കോസ് ലൈൻ എപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ രണ്ട് പാരലൽ ലൈനാണ് നമുക്ക് ഈ തേർഡ് ക്വസ്റ്റ്യനിൽ ഗ്രാഫായിട്ട് കിട്ടുന്നത്. രണ്ട് പാരലൽ ലൈൻ ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ വേണമെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ചൊന്ന് ഇന്റർസെക്ട് ചെയ്യണം. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ പാരലൽ ലൈൻ കിട്ടിക്കഴിഞ്ഞാലോ അതൊരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഇനി രണ്ട് ഗ്രാഫിൽ നിന്ന് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് അതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെ, വാട്ട് ഈസ് ജോമെട്രിക്കൽ റെപ്രസെന്റേഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരു രണ്ട് പെയർ ഓഫ് ലീനിയർ ഇക്വേഷനെ കുറിച്ചിട്ടെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ എന്റെ ക്ലാസ്സസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.